നമസ്കാരം. നാളെ പിതൃപക്ഷത്തിലെ അമാവാസിയാണ്. പിതൃക്കൾ വീട്ടിൽ നിന്നും യാത്രയാകുന്നതായ ദിവസമാണ്. അതിനാൽ നാളത്തെ അമാവാസിക്ക് വളരെ വലിയ പ്രാധാന്യം തന്നെ വന്ന് ചേരുന്നതാകുന്നു. പിതൃക്കൾ നമ്മളെ ഇരു കൈകളും വച്ച് അനുഗ്രഹിക്കുന്നതായ ദിവസം, അഥവാ അനുഗ്രഹിച്ച് വീടുകളിൽ നിന്നും യാത്രയാകുന്ന ദിവസമാണ് നാളെ. അതിനാൽ നാളെ നാം സൂര്യോദയം മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില തെറ്റുകൾ അറിയാതെ പോലും നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വലിയ ദോഷങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. നാളെ നിർബന്ധമായും ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും പറയേണ്ടതായ ആ വിശിഷ്ടമായ വാക്കിനെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളുണ്ട്. ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകുക. അതിരാവിലെ തന്നെ നിങ്ങൾ ഉണരണം. ഉണർന്ന് കുളിച്ചതിന് ശേഷം മാത്രം എന്ത് കാര്യവും ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനാൽ കുളിച്ചതിന് ശേഷം മാത്രമാണ് ഏതൊരു കാര്യവും നാളെ ചെയ്യുവാൻ പാടൂ. ആ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകണം. ആദ്യമായി നാം ചെയ്യേണ്ടത് കുളിച്ച് ശുദ്ധിയാവുക എന്ന കാര്യമാണ്. വീടും പൂജാമുറിയും തുളസി എന്നിവ പ്രത്യേകം, അഥവാ തുളസിത്തറ എന്നിവ പ്രത്യേകം വൃത്തിയാക്കുക. വീടിന്റെ പ്രധാന വാതിൽ പ്രത്യേകം തുടച്ച് വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. വീടിന്റെ പ്രധാന വാതിലിന്റെ കട്ടളയ്ക്കും വളരെ വലിയ പ്രാധാന്യം നിങ്ങൾ നൽകണം. വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കേടുപാടുകൾ പാടില്ല എന്നാണ് പറയുക. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കട്ടളകൾ നിങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് നടക്കണം എന്നില്ല, എന്നാൽ അത് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ ചെയ്യുവാൻ സാധിക്കാത്തവർ സമയമെടുത്താണ് എങ്കിലും ആ കാര്യം ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കുക. അത് ശുഭകരമല്ല. അതിനാലാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. മുതിർന്നവരെ, വീട്ടിലെ മുതിർന്നവരുടെയും സ്ത്രീകളെയും നിങ്ങൾ വളരെയധികം ഇന്നേ ദിവസം സഹായിക്കേണ്ടതായ ദിവസം തന്നെയാകുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കണം. കാരണം ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ അവർക്ക് ഇരട്ടി സൗഭാഗ്യമാണ് വന്നു ചേരുക. പിതൃപ്രീതി ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഇരട്ടിയായി തന്നെ വന്നു ചേരും. അവർക്ക് ഇന്നേ ദിവസം സമ്മാനങ്ങൾ നൽകുന്നതോ അവർക്ക് ഇഷ്ടപ്പെട്ടതായ വസ്തുക്കൾ ഇന്നേ ദിവസം വാങ്ങി നൽകുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു. കുലദേവതയ്ക്ക് എപ്പോഴും പ്രാധാന്യം നാം നൽകേണ്ടതായിട്ടുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മറ്റന്നാൾ നവരാത്രി ആയതിനാൽ കൂടി ഇതിനാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുലദേവത ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ ഈ നവരാത്രി ദിവസങ്ങളുടെ പുണ്യം നിങ്ങളിൽ വന്ന് ഇരട്ടിയായി തന്നെ വന്നു ചേരുവാൻ സഹായകരമായി തീരും. എണ്ണ ഇന്നേ ദിവസം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്, അല്ലെങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഫലങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും തലയ്ക്കുഴിഞ്ഞ് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം പൂജാമുറിയിൽ ഇന്നേ ദിവസം മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ശുദ്ധിയുള്ള ഇടത്ത് മാറ്റിവെക്കുകയോ പോകുന്നതായ അവസരത്തിൽ നടയിൽ സമർപ്പിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യം നൽകുന്നതായ മറ്റൊരു കാര്യം ദാനം തന്നെയാകുന്നു. ഏറ്റവും ഉത്തമമായ ദിവസം തന്നെയാണ് ഇന്നേ ദിവസം. അതിനാൽ ദാനം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് സാധിക്കുന്നതായ കാര്യങ്ങൾ ദാനം ചെയ്യാം. പ്രത്യേകിച്ചും ഇന്നേ ദിവസം അരി ദാനം ചെയ്യുന്നത്, അഥവാ അന്നദാനം നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ പോലും അത് സവിശേഷമായ ഫലം ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. നേരിട്ട് നിങ്ങൾ നിങ്ങളുടെ പിതൃക്കൾക്ക് ആഹാരം നൽകുന്നതിന് തുല്യം തന്നെയാണ് ഇത്. അതിനാൽ ആ പിതൃക്കളുടെ അനുഗ്രഹം ഇരട്ടിയായി തന്നെ വന്നു ചേരും. ഇനി അഥവാ പിതൃപ്രീതിയില്ല എങ്കിൽ പോലും പിതൃപ്രീതി വന്നു ചേരുവാൻ സഹായകരമാണ് ഇന്നേ ദിവസം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത്. ജീവിതത്തിൽ അത് നിങ്ങൾക്ക് ഉയർച്ച നൽകും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഈ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. കൂടാതെ വസ്ത്രം ഇന്നേ ദിവസം ദാനം ചെയ്യുന്നതും ജലം ദാനം ചെയ്യുന്നതും പണം ദാനം ചെയ്യുന്നതും വിശേഷാൽ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന്, പിതൃപ്രീതി വന്നു ചേരുന്നതിന് സഹായകരം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ആഹാരം കഴിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും
കാക്കയ്ക്കും ഇന്നേ ദിവസം ആഹാരം നൽകുന്നത് ഏറ്റവും ശുഭകരമാണ്. കാക്കയുടെ കാര്യം എടുത്തു തന്നെ പറയുന്നു. തീർച്ചയായും ഇന്നേ ദിവസം കാക്കയ്ക്കാണ് എങ്കിൽ പോലും ആഹാരം നൽകുവാൻ നിങ്ങൾ ശ്രമിക്കുക. ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും. പിതൃപ്രീതിയാൽ ആഗ്രഹങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് മടങ്ങി വരികയോ അത്തരം കാര്യങ്ങൾ തുടരുകയോ ചെയ്യാം. സന്താനഭാഗ്യം, സന്താനങ്ങൾക്ക് ഉയർച്ച എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ കാരണമായി തീരും. അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ പ്രത്യേകിച്ചും നാളെ ചില തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് വന്നു ചേർന്നിരിക്കുന്നതായ പിതൃപ്രീതി നഷ്ടമാകുന്നതിനോ കാരണമായി തീരാം. ആ തെറ്റുകൾ കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിതൃക്കളുടെ ചിത്രം പൊടി പിടിച്ച് ഇരിക്കും വിധം ഒരിക്കലും നിങ്ങൾ ഇന്നേ ദിവസം വയ്ക്കുവാൻ പാടുള്ളതല്ല. അതായത് പൊടി പിടിച്ചിരിക്കുന്നു എങ്കിൽ തുടച്ച് വൃത്തിയായി തന്നെ വയ്ക്കണം. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ പിതൃചിത്രങ്ങളുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവർ ഉപയോഗിച്ചിരുന്നതായ വസ്തുക്കൾ നാളെ കളയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകുകയോ ഇന്നേ ദിവസം ചെയ്യുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വലിയ ദോഷമായി തീരും. അഥവാ ഇത്തരം വസ്തുക്കൾ ഇന്നേ ദിവസം കത്തിച്ച് കളയുന്നതും അത്ര ശുഭകരമല്ല. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുക. സൗഭാഗ്യം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം സഹായം മറ്റുള്ളവർക്ക് ചെയ്യുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. നാളെ സഹായം ചോദിച്ചു വരുന്ന ഒരു വ്യക്തിയെയും വെറും കൈയോടെ നിങ്ങൾ വിടാൻ പാടുള്ളതല്ല. തന്നാൽ കഴിയുന്ന സഹായം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതായ ആ സഹായം നിങ്ങൾ തീർച്ചയായും ചെയ്യുക. ക്ഷേത്രത്തിൽ അന്നദാനം നിങ്ങൾ നടത്തുന്നതോ അല്ലെങ്കിൽ അന്നദാനത്തിനായി അല്പം പണം നൽകുന്നതോ ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ വീടുകളിൽ 2 നേരം ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടിൽ വിരിഞ്ഞ വെളുത്ത പുഷ്പങ്ങൾ, ഇനി അഥവാ വെളുത്ത പുഷ്പങ്ങളില്ല എങ്കിൽ മറ്റു പുഷ്പങ്ങളാണ് എങ്കിൽ പോലും ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കുന്നതിന് സഹായകരമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുന്നതിനും മനസമാധാനം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. എന്നാൽ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ കുളിക്കാതിരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആഹാരം കഴിക്കുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങൾ കുളിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മുഷിഞ്ഞ വസ്ത്രം ഒരിക്കലും നിങ്ങൾ ധരിക്കരുത്. മുഷിഞ്ഞ വസ്ത്രം കൂട്ടിയിടാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർക്കുക. കീറിയ വസ്ത്രം ഒരിക്കലും നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. അതും നിങ്ങൾക്ക് ശുഭകരമായ ഫലം നൽകില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കേടായ വസ്ത്രങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകണം. കാരണം കേടായ വസ്ത്രങ്ങൾ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം. ആഹാരം ഇന്നേ ദിവസം കേടായ പാത്രങ്ങളിൽ പാചകം ചെയ്യാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇത്തരം പാത്രങ്ങളിൽ ഇന്നേ ദിവസം ആഹാരം കഴിക്കുന്നത് പിതൃപ്രീതി നഷ്ടമാകുന്നതിന് കാരണമായി തീരാം. കണ്ണാടിയിൽ ഇന്നേ ദിവസം മുഖം നോക്കരുത്. അതായത് ഉണർന്ന് ആദ്യ 24 മിനിറ്റിൽ മുഖം നോക്കരുത്. അതേപോലെ തന്നെ കേടായ കണ്ണാടി വീട്ടിലുണ്ട് എങ്കിൽ ഒരിക്കലും ഇന്നേ ദിവസം ആ കണ്ണാടിയിൽ നിങ്ങൾ മുഖം നോക്കുവാൻ പാടുള്ളതല്ല. നിങ്ങളുടെ പ്രതിബിംബം ആ കണ്ണാടിയിൽ പതിയുന്നത് ദോഷകരം തന്നെയാകുന്നു. പൊട്ടിയ കണ്ണാടി വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല. മുതിർന്നവരെ ഒരിക്കലും ഇന്നേ ദിവസം അപമാനിക്കരുത്. അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലാണ് എങ്കിലും ആ കാര്യം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം അത് പിതൃപ്രീതി നഷ്ടമാകുന്നതായ കാര്യമാകുന്നു. നിങ്ങൾക്ക് വേണ്ട വിധം ഉയർച്ച ലഭിക്കണം എന്നില്ല. അതിനാൽ കൂടിയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത്. സുമംഗലികളായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പൊട്ട്, സിന്ദൂരം, താലി എന്നിവ നിർബന്ധമായും നിങ്ങൾ ധരിക്കേണ്ടത് അനിവാര്യമാകുന്നു. ഇന്നേ ദിവസം ഇപ്രകാരം ധരിക്കാതെ ഇരിക്കരുത്. വെളുത്ത വസ്ത്രം അഥവാ വെളുത്ത നിറമുള്ള വസ്ത്രം മാത്രം ധരിക്കുവാൻ പാടുള്ളതല്ല. മറ്റു നിറങ്ങൾ കൂടി വരുന്നതായ വസ്ത്രം ധരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം ഏവരും കറുത്ത വസ്ത്രം ധരിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഇന്നേ ദിവസം പറയേണ്ടതായ വിശേഷപ്പെട്ട വാക്കുണ്ട്.
പിതൃപ്രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പിതൃപ്രീതി ഇരട്ടിയായി ലഭിക്കുവാൻ സഹായകരമായ ആ വാക്ക് ഇന്നേ ദിവസം 108 തവണ നിങ്ങൾ ജപിക്കുക. രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ ഈ വാക്ക് നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. കിടക്കുന്നതിന് മുൻപ് നാളെ ഈ വാക്ക് പ്രത്യേകിച്ചും ജപിക്കുവാൻ നിങ്ങൾ ഏവരും ശ്രദ്ധിക്കുക. കൈയും കാലും മുഖവും കഴുകിയതിനു ശേഷം ഉറങ്ങുന്നതിന് മുൻപ് ജപിക്കാം. അതല്ല എങ്കിൽ രാവിലെ ശുദ്ധി ആയതിനു ശേഷം വിളക്ക് തെളിയിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രം ജപിക്കാം. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം പിതൃദേവതായേ നമഃ എന്നാണ്. ഓം പിതൃദേവതായേ നമഃ, ഓം പിതൃദേവതായേ നമഃ, ഓം പിതൃദേവതായേ നമഃ എന്ന് 108 ജപിക്കുക. ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ആ വ്യക്തികൾക്ക് പിതൃപ്രീതി ഇരട്ടിയായി വന്നു ചേരും. ആ വീടുകൾ ഉയരുക തന്നെ ചെയ്യും. സന്താനങ്ങൾക്ക് ഉയർച്ച വന്ന് ഭവിക്കുന്നതാണ്. ഈ കാര്യങ്ങൾ ഏവരും നാളെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.